10,000 രൂപയ്ക്ക് ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടാൻ പോവുകയാണ്. ഇപ്രാവശ്യം ഈ ചാലഞ്ചിൽ വന്നിരിക്കുന്നത് ഞാനാണ്. പേര് അനന്തകൃഷ്ണൻ എന്ന പേര്. അപ്പം ഇവൻ വയനാട്ടിൽ 10,000 രൂപ കഴിക്കുകയില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ആൾക്ക് 5,000 പോലും പറ്റിയില്ല. അത് നമ്മൾ ഇപ്രാവശ്യം ആവർത്തിക്കുന്നില്ല. 10,000 തന്നെ ഡയറക്റ്റ്. അത് വയനാട്ടിൽ തന്നെ ചെയ്ത് തീർക്കും. അപ്പോൾ ഫസ്റ്റ് റെസ്റ്റോറന്റ് നമ്മൾ റാൻഡംലി ഡിസൈഡ് ചെയ്യും. പിന്നെ അടുത്തത് അവൻ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യും. അങ്ങനെ മാറി എല്ലാ വീടും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ സെലക്ട് ചെയ്യും റാൻഡംലി. വിൽട്ടൺ ഇപ്പൊ എന്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഫസ്റ്റ് വിൽട്ടണിലോട്ട് ഇറങ്ങേണ്ടി വരും. വണ്ടി കണ്ട ഒരു റാൽഡ പ്രോക്സ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞോളൂ. ബോയ്സ്, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. വിൽട്ടൺ. കണ്ടിട്ടും പാർക്കിങ്ങും എല്ലാം നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു നല്ല പൊടിയൊന്നും എല്ലാം കഴിക്കാം. പിന്നെ പയ്യൻ ഇവിടെ വന്നിട്ട് മട്ടൻ റാൻ കഴിക്കാൻ പറയുന്നു. 3 പേരെ സെർവിംഗ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കും. ചെറുതാണോ? ആട്ടുകാൽ സൂപ്പ. നിന്റെ ഇഷ്ടം. അതെ, എന്താ ചെയ്യണ്ടേ? നിന്റെ ഇഷ്ടം. 2 ഐറ്റം മേടിച്ചു. എന്തായാലും പ്രോണും ഇതും മേടിച്ചു വന്നേ കഴിച്ചാൽ മതി. അപ്പം നമുക്ക് ആദ്യം ഇത് എടുക്കാം, എന്നിട്ട് നോക്കിട്ട് പറയാം. ഇവിടെ ഇറങ്ങത്തില്ലെന്നാണ്. അല്ല, അത് ഇറങ്ങായിക്കൊന്നുമില്ല. സിമ്പിൾ, ചെറുതാ. എടുത്തോ. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടി അവരെ കൺവിൻസ് ചെയ്ത് ഇവിടുത്തെ ഓണറിന്റെ മകനും സ്റ്റാഫും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അവസാനം ബില്ല് മേടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? റീസെറ്റ് ആവും. 3 പേരെ മോഷണം. 3 പേരെ മോഷണം ഒക്കെ. എനിക്കിങ്ങനെ റീസെറ്റ് ആയിട്ടുണ്ടോ 2 വട്ടം. പക്ഷെ MP അല്ലല്ലോ ഞങ്ങള്. എന്ത് നല്ല ഹോസ്പിറ്റാലിറ്റി കേട്ടോ. ഇവിടെ എത്ര സ്റ്റാഫാണ് വെയിറ്റിംഗ് എന്ന് നോക്കി നമുക്ക് 3 പേർക്ക് വേണ്ടി. ഈ അത്രയ്ക്ക് ഹോസ്പിറ്റാലിറ്റി കാരണം ഈ 3 സെർവിങ്ങിന്റെ മട്ടൻ 4 സെർവിങ് നിനക്ക് കിട്ടായിരുന്നാ മതി. എനിക്കതാണ് ഡൗട്ട്. ഉള്ളത് വെച്ച് ഏറ്റവും വലിയ ഷ്രിമ്പൊക്കെ. അല്ല, അത് കുഴപ്പമില്ല. അവസാനം ബില്ല് ഞാൻ ഫോഴ്സ് ചെയ്യടാ. ഞാനും ഫോഴ്സ് ചെയ്യും. നീ ഫോഴ്സ് ചെയ്യും. ഒരു സാധനം മട്ടൻ സൂപ്പ് എത്തിയിരിക്കുന്നു. ഇതിപ്പോൾ 2 എണ്ണം അല്ല, ഒരെണ്ണം കഴിക്കണം. അതിൻ്റെ അടുത്ത ഈ രാത്രി ആവുന്ന നേരം നിന്റെ കഴി നിൽക്കരുത്. എല്ലാം അവൻ്റെ പ്ലേറ്റിലോട്ട് പോട്ടെ. ഞാൻ കഴിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഹൗ ഇസ് ഇറ്റ് മൈ ബ്രദർ? എന്ത് പറ്റി ഇത്ര എക്സ്പ്രഷൻ ഒക്കെ? അല്ല, നല്ല വിശപ്പുള്ള കാരണമാണോ അറിയില്ല. ടോപ്പ് സാധനം. ഐ ആം നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്, ബട്ട് അവൻ്റെ ഇഷ്ടമാണ് പറയുന്നത്. കൊള്ളാന്ന് പറയുന്നു. ഈ സൂപ്പൊക്കെ ഭയങ്കര ഫ്ലേവർഫുൾ ആണ്. മട്ടൻ ഒരു ചെറിയ പീസ് കഴിച്ചു, നല്ല സോഫ്റ്റ് ആണ്, അടിപൊളിയാണ്. ഫുഡ് റിവ്യൂ ആവാൻ എനിക്ക് ഇവൻ്റെ പോക്ക് കണ്ടിട്ട് ഇവൻ്റെ ആദ്യത്തെ ഐറ്റം തന്നെ. സാറിന് ഇതുവരെ കഴിച്ചു വരുന്ന ആദ്യത്തെ ഐറ്റത്തിൽ കയറി ഇത്ര നല്ല കിട്ടാറില്ല. ഡയറക്റ്റ് കിട്ടിയത് എനിക്ക് തോന്നി ഒരു 3,000-4,000 ബില്ല് അടിപ്പിക്കുക. എന്തായാലും വി ആർ ഒപ്റ്റിമിസ്റ്റിക് ഓൺ ദിസ് വൺ. ചെയ്യുന്നേ കൊതിപ്പിക്കാണ് ആൾക്കാരെ. ഞാൻ തന്നെ സൂപ്പ് കുടിക്കട്ടെ. ഞാൻ പറയാനുണ്ടോ, ചെറുതായിട്ട് എൻ്റെ ചുണ്ടിൻ്റെ അവിടെയായിട്ട് ഒരു കടന്നിൽ കുത്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. എന്തായാലും പൊള്ളിയത്. അതുകൊണ്ടാണ് ചെറുതായിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ, നിമിത്തങ്ങൾ മാത്രം. എന്നാൽ നമുക്ക് നമ്മുടെ സൂപ്പ് ട്രൈ ചെയ്യാം. വോ കൊള്ളാം. സൂപ്പ് അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഇടയിൽ കഴിച്ച സൂപ്പ് നൈസ്. എന്തിരിക്കുന്നു ബാക്കി പിടിച്ചു നിർത്തോ? നിന്റെ സൂപ്പല്ലേ ഇതൊക്കെ. എന്തിരിക്കുന്നു? എൻ്റെ സൂപ്പും വളരെ പെട്ടെന്നാണ് തീർന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സൂപ്പും കൂടി കഴിക്കുന്നു. ബസ് ചേഞ്ച് ഓഫ് പ്ലാൻസ്. ഓക്കെ, ഇവൻ കഴിക്കും, ഇവൻ്റെ എണ്ണിക്കോ. ഞാനും സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ഞാനും കഴിക്കും. അത് ഞാൻ ഗെയിമിനില്ല, ഞാൻ വെറുതെ കഴിക്കുന്നു. അല്ല, പൈസ എൻ്റെ കൂടുന്നില്ല എൻ്റെ ആയിട്ട്. ബസ് ക്യാമറമാൻ കുടിക്കുന്നുണ്ട് കേട്ടാ, പറഞ്ഞില്ലെന്നും പറയരുത്. സൂപ്പ് കഴിഞ്ഞിരിക്കുന്നു. സൂപ്പ് കൊള്ളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എൻ്റെ സൂപ്പ് തീർന്നു. വേറെ കുറച്ച് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു എടുത്ത മെനുവിനകത്ത്. കല്യാണ ബിരിയാണിയോ? കല്യാണത്തലേന്ന് ബിരിയാണി. അതാണ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ. ഒടുക്കത്തെ വലിയൊരു ബിരിയാണിയാണ്. വരുമ്പോൾ കാണിച്ചു തരുന്നത്. അത് നിൻ്റെയാണ് കേട്ടാ. വാവ്, അത് നിൻ്റെയാണല്ലേ. വളരെ ചെറിയ ടൈഗർ പ്രോൺസ് ആണ്. ഈ രണ്ട് ഐറ്റം നീ തീർക്കണം ഒറ്റയ്ക്ക്. നോ ഐ എം കൈൻഡ് ഓഫ് ജെലസ്. ലൈക്ക് ഐ ഷുഡ് ഹാവ് ബീൻ ദ വൺ ഡൂയിങ് ദിസ് ചാലഞ്ച്. ബട്ട് ഐ കൺട്രോൾ. കഴിച്ചിട്ട് പറയും. കുറച്ച് ചൂവയാണ്, എന്നാലും സോഫ്റ്റ് ആണ്. അതൊക്കെ ടഫ് അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചു തീർക്കുക. കുറച്ച് ചൂവയാണ്. ചെറിയ ചൂവയോ, പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് റബ്ബർ പോലെയല്ല. ഓൾറെഡി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് എനിക്ക് എളുപ്പം. കഴിക്കണോ? അതൊക്കെ കഴിക്കണം. അല്ലെങ്കിൽ അതൊക്കെ കുറയ്ക്കേണ്ടി വരും. അല്ല, കുഴപ്പമില്ല, കഴിയും. അതിനകത്ത് ഇത്ര 2 ഡിഷേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നീ അത്ര കുറച്ച് കഴിക്കാറില്ലേ? ഒരു 1/2 കിലോ ചിക്കനെ കഴിക്കാറുള്ളൂ. ടൈഗർ പ്രോൺസ് ട്രൈ ചെയ്തോ? ഉള്ളത്തിൽ ഏറ്റവും വലിയ തന്നെ എടുത്തു കേട്ടോ. എല്ലാത്തിനും ഒരേ സൈസ്. വായിന്ന് വെള്ളം ഇറപ്പിക്കാതെ. ഇതിന്റെ മറ്റേ ഈ ചേരുവ മണം അടിക്കുന്നു എനിക്ക്. ഇവിടെ ഇല്ല, ചൂടില്ല. പയ്യൻ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കും. ചൂടില്ല, പിന്നെ കുറച്ച് സ്പൈസിയാണ്. ചൂടില്ല, സ്പൈസിയാണ്. പക്ഷേ അവന് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈഗർ പ്രോൺസ് കഴിഞ്ഞിരിക്കുന്നു. എടുത്ത് മാറ്റി വെക്ക്. ഇനി എത്ര 4 കൂടി ഉണ്ട്. നടുക്കിൽ വലിയ എല്ലാം ഉണ്ട്. ഇതിപ്പോ മാറ്റിക്കല്ലേ? അതിന് പൊക്ക. അത് കഴിച്ചു. ഇത് നെയ്യാണ്. നീ കഴിക്കാറില്ലേ? സോറി, ഞാൻ ഡയറ്റിലായ കാരണം ഫാറ്റി ഫുഡ് അധികം കഴിക്കാറുണ്ട്. അതിങ്ങോട്ട് ഞാൻ കഴിച്ചോളാം. നെയ്യ് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നില്ല. നെയ്യ് തന്നെയാണ്. എന്ത് നെയ്യത് ഇത് നെയ്യല്ല, ഇത് ബോണായിരുന്നു.
അത്രയ്ക്കുള്ള ബലമില്ല എൻ്റെ പല്ലിന്. ആ ബോണൊന്നും പൊട്ടൊന്നും തോന്നില്ല. കഴിയും നിനക്ക് ഇനി എത്ര കഴിക്കാൻ കിടക്കുന്നത്? കുറച്ചേറെ പോർഷൻ ഉണ്ടല്ലേ? ആവശ്യത്തിന് മട്ടൺ ഉണ്ട്, കുറച്ചധികം ഉണ്ട്. ഇത്ര മട്ടൺ ഞാൻ ഒരു സിറ്റിങ്ങിന് കഴിച്ചിട്ടില്ല. ഇത് ഈ അല്ല ഇവിടെ വെച്ചേക്കട. ആ അല്ലെ ഇനിയൊന്നും മജ്ജയൊന്നും ഇല്ല. ഇത് രണ്ടാമത്തെ ഷ്രിമ്പ് കഴിഞ്ഞു. എങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ല, ഇത് കഴിക്കാം. അത്രേ ഉള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാം കേട്ടോ. ടൈഗർ പ്രോൺസ് കൊള്ളാം. ട്രൈ ചെയ്യുന്നോ? വേണ്ട, നീ തന്നെ കഴിക്കാം. എനിക്ക് വേറെ ബിരിയാണി വരുന്നുണ്ട്. ഞാൻ കഴിച്ചേനെ, പക്ഷേ ഓൾറെഡി കുറേ പ്രോൺസ് എല്ലാവരും കഴിച്ചു. നീ തന്നെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ ഡിഷ് എവിടെ? ഇവൻ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് എപ്പോഴും ഞാൻ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വലിയൊരു ബിരിയാണി ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഇതാണ് കേട്ടോ, പകുതി കൂടുതലായി. ഒറ്റ അടിക്കാണ് 3K എടുത്തെത്തിയത്. അത് തോന്നുന്നു എനിക്ക് 3K ആയിരിക്കും. ആൾക്കാരൊക്കെ 3K എത്താൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 2-3 കട കയറി ഇറങ്ങണം. പക്ഷെ ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ, ഇവിടെ എത്ര എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. എക്സ്പെൻസീവ് ആണെന്നറിയായിരുന്നു, പക്ഷെ ഈ ഒറ്റ ഡിഷിന് 2000 പ്രതീക്ഷയില്ല. ഇതിന് തന്നെ എത്ര രൂപയായിട്ടുണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക്. അവരെ മൂന്നാമത്തെ ഷ്രിമ്പ് കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കൾ. ഷ്രിമ്പ് അങ്ങോട്ട് തീർത്ത് വിട്, 2 കൂടി ഉള്ളല്ലോ. പ്രോൺസ് തീർത്ത് വിട്. ഇവൻ്റെ ഫുഡ് തീരാറായി, എൻ്റെ ഫുഡ് ഇപ്പോഴും എത്താറാന്നേ ഉള്ളൂ. ഇപ്പോൾ എന്ത് തോന്നുന്നു, ഞാൻ ഫ്ലേവർ ഫിറ്റിക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഈ മട്ടൻ്റെ ഒരു ചൂവി കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രോൺസ് സെറ്റാണ്, പ്രോൺസ് ഫ്രഷാണ്, ഓക്കെയാണ്. ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നത്. ബോയ്സ് അത് തന്നെ ക്യാമറമാന് വേണ്ടിയാണ് റിബ്സ് ബിരിയാണി. ഒടുക്കത്തെ വെയിറ്റ് നീ കഴിച്ചോ? ഇവന് കഴിക്കാൻ കുറച്ച് സമയം എടുക്കും. 4ാമത്തെ കഴിഞ്ഞു, 5ാമത്തെ ലാസ്റ്റ് പ്രോൺസ്. ബോയ്സ് എൻ്റെ ഇവിടത്ത് കുറേ ഏറെ ഡിഷ് ഉണ്ടെന്ന് തോന്നുന്നു. പായസവും ബ്രെഡും ബീഫും ബീഫ് വഴട്ടിയതും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കപ്പയും ബീഫാണ്. ഇതെന്തോ ഇത്? ഞാൻ പായസം ഇതൊക്കെ പാൽക്കപ്പയാണല്ലേ ഇത്? അവൻ്റെ ഷ്രിമ്പെല്ലാം കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി അത് മാത്രമേ ഉള്ളൂ. എനിക്കിത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണം. ഇത് കുറച്ച് മെനക്കേടാണെന്ന് ചോദിച്ചാൽ ഹൽവയൊക്കെ ഉണ്ടോ? ഹൽവയും കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. 1 കിലോ ഹൽവ കഴിച്ചിട്ട് മടുത്തു വരുന്ന ഞാൻ. കൊള്ളാം കേട്ടോ. ക്യാമറ കൈ കാണിക്കുന്നു ഹൽവയ്ക്ക്. നല്ല ഹൽവ, ഇഷ്ടപ്പെട്ടത്. ഈ കുബൂസ് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലും? ഡിസ്കൗണ്ട് ചെയ്യണം. 25 ഒരു 100 രൂപ. ആ ശരി, 100 രൂപ കുറയ്ക്കാൻ പോകുന്നു കുബൂസിന് പകരം. ഇത് കുറച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതോ 3 പേർക്കുള്ളത്. ഞാൻ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യട്ടെ ബോയ്സ്. ഞാൻ കഴിച്ചു തരുമോ? അവൻ ആദ്യം കഴിച്ചു തരുമോ? എനിക്കിപ്പോൾ ഫുഡ് വന്നേ ഉള്ളൂ. കുബൂസ് എല്ലാം മാറ്റി വെക്കുക. എന്തായാലും ഡിസ്കൗണ്ടഡ് ആയല്ലോ. ഡിസ്കൗണ്ടഡ് ആക്കി എന്നും പറഞ്ഞ് അവൻ ഓൾറെഡി ഒന്ന് തീർന്നല്ലേ. നീ അത്ര ഒരു മട്ടൻ പീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈനലി അവൻ്റെ അവസാനത്തെ 2 കഷ്ണത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. 2 പീസ്. ഞാൻ എന്തായാലും എൻ്റെ ബിരിയാണി കഴിച്ച്. ഓൾറെഡി ലെമൺ ടീ ആണ്, എനിക്ക് കൂടുതൽ ലെമൺ വേണ്ട. ഇവിടെ നിനക്കൊണ്ട് ലെമൺ ടീ എത്ര ബില്ല് വന്നത് നമുക്കറിയണം. ഒറ്റയടിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നല്ലൊരു ബില്ലാക്കിയിട്ടുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റുകാർ ഒടുക്കത്തെ എൻതൂസിയാസ്റ്റിക് ആയതുകൊണ്ട് അവർ ഫുഡ് വരുന്ന തിരുന്തോറും അടുത്തടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതും കൂടി എടുക്കട്ടെ സാർ? എടുത്തോ. ലാസ്റ്റ് പീസ് മട്ടൻ്റെ ലാസ്റ്റ് പീസ്. നമ്മുടെ എല്ലാ ഡിഷും നമ്മൾ തീർത്തിരിക്കുന്നു. നല്ല ക്ലൈൻറ്റ്. ആ മട്ടൻ കഴിച്ച് അവസാനമായിട്ട് മട്ടൻ മുറ്റായി കേട്ടോ. അത് മാത്രമേ ബുദ്ധിമുട്ട്. മുറ്റായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മടുപ്പല്ല, അത് ഹാർഡായി. ലാസ്റ്റ് പീസ്. അപ്പോൾ നമുക്ക് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോകാം ബോയ്സ്. ലെറ്റ്സ് സീ വാട്ട്സ് ദ ബിൽ നൗ. ബില്ല് എന്തായിരുന്നു? സാറ് എടുത്തോണ്ട് പോയാ ബില്ല് വേണം കേട്ടോ. ബില്ലില്ലാണ്ട് സാറിന് ബില്ല് മേടിക്കണം കേട്ടോ. ബില്ല് വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു. 2 ബില്ലുണ്ട്, നിന്റെ വേറെ ബില്ല. ഒരു ബില്ലിൽ കിട്ടിയാൽ ഇല്ലേ? ഇല്ലില്ല, ബില്ല് വേണം. സമ്മതിക്കില്ല, എന്റെ കഷ്ടപ്പാടിന്റെ പോലെ. സാർ ചതിക്കരുത്. അല്ല, വേണം, നിർബന്ധിക്കുക. ഞങ്ങള് വയനാട് വരുമ്പോ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വരാം. കളിക്കല്ലേ. ഇത് ബില്ല് എത്ര ആയെന്നെങ്കിലും ഒന്ന് പറയും. അല്ല, സെപ്പറേറ്റ് ആയിട്ട് മതി. ഞാൻ കഴിച്ചത് വേറെ ബില്ല്, ഞാൻ ബില്ല് വാങ്ങിട്ട് പോകുള്ളൂ. അല്ലാണ്ട് എനിക്കില്ല ഇടന്ന്. നമുക്ക് പരമാവധി ഫോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ബില്ല് ആഡ് ആക്കാം. ഞാൻ തന്നെ കൂട്ടാം. ബില്ല് കുടിച്ചു കുടിച്ചു. സാർ ബില്ല് വേണം. ആരെ? ഞാൻ പോയില്ല. ഇല്ല, ആരോടും ബില്ല് ചെയ്താ പറയും പൈസ അടക്കണ്ട. ബില്ല് എത്രയാണെങ്കിലും ചോദിക്കും. പൈസ അയാൾ മേടിക്കാൻ തോന്നില്ല. അല്ല, ബില്ല് മാത്രം അല്ല, എൻ്റെ ഒരു MP യുടെ സ്നേഹത്തിന്റെ പുറമെ അല്ല, ബില്ല് മാത്രം തന്നാ മതി. അല്ല, കൈയൊക്കെ തരാം. ബില്ല് മാത്രം അതെ കാണിക്കാം. ഓ ഭാഗ്യം, ബില്ല് മാത്രം തരാം. പൈസ മേടിക്കുന്നില്ല, ബില്ലടിച്ച് കിട്ടുമെന്ന് തോന്നുന്നു. അവൻ്റെ മാത്രം വേണമെങ്കിൽ ഇവിടെ നിന്നിട്ടും പോകാനും പറയുന്നു. എന്ത് ചെയ്യാൻ, എനിക്ക് കാസർഗോഡ് പോകാനുള്ള നിൽക്കാൻ പറ്റത്തില്ല. ഓ, ബില്ല് കിട്ടിയോ? ശരിയായി. ഡിസ്കൗണ്ട് അടിക്കുവാണെങ്കിൽ താങ്ക് യു.
അവനല്ലേ കൊടുക്കത്തില്ല. ഫൈനലി ബില്ല് അവൻ ചോദിച്ച് മേടിച്ചില്ലായിരുന്നു. ദുഃഖിക്കേണ്ടി വന്നതിന് 3502 രൂപ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 4000 ടച്ച് ചെയ്യുന്നു. എനിക്ക് വയ്യ. നീ അടുത്ത 1-2 റെസ്റ്റോറൻറ്റ് എന്തായാലും 5000 തികയ്ക്കും. വരും നമുക്ക് പോകാം. രണ്ടാമത്തെ റെസ്റ്റോറന്റ് ഇവൻ ചൂസ് ചെയ്തിരിക്കുന്നത് പോത്തുംകാല് കിട്ടുന്ന വെയ്ച്ചോ റെസ്റ്റോറന്റ് ആണ്. പോത്തുംകാല് കഴിക്കല്ല, ഇവൻ എത്ര ഇറച്ചി കഴിക്കാൻ പോകുന്നത്? പോളിംഗിന്റെ മുഖത്ത് പോളിംഗ് ആണ്. എനിക്ക് പ്രോട്ടീൻ കൂടിപ്പോയി. പോത്തുംകാല് 700 രൂപയാണ് ഇവിടെ. ഒരു 750 കൂട്ടിക്കും. ഇവന്റെ പോത്തുംകാല് ഇവിടെ ഇല്ല. പോത്തുംകാല് ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുന്ന റെസ്റ്റോറന്റ് അല്ല, റിസോർട്ടാണ്. താജ് റിസോർട്ട്. നീ പൊടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുവാണല്ലേ? പോത്തുംകാല് കിട്ടിയില്ലെന്നും പറഞ്ഞ് അവൻ അടുത്ത കയറി നേരെ എന്തെങ്കിലുമൊക്കെ വലിയ സംഭവങ്ങളായിരിക്കും. ഇവിടെ വെച്ച് 10,000 തികയും. എനിക്ക് തോന്നുന്നു 3500, ഇനി ഏകദേശം 6500 രൂപ. അത് ഇവിടെ പൊട്ട് നോക്കിയാ ബാക്കിലോട്ട് കാണിക്കാം. ഒരു റെസ്റ്റോറന്റിൽ പോയാൽ ഗ്യാപ്പ് വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നില്ല ഗ്യാപ്പ് വെക്കുന്നു. സെൽഫാ ചെക്കപ്പ്. എന്തുകൊണ്ട് ശരിയല്ല. ഒന്നുമില്ലേ? നമ്മൾ മാത്രം ഒന്നുള്ളൂ ഇവിടെ. പ്രൈവറ്റ് റിസോർട്ടാണ്. കുറച്ച് ഏറെ വലുതായി പോയി. നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നടന്നു പോയി ഒരു ഓപ്പൺ ഏരിയ കഴിഞ്ഞ് പിന്നെയും നടന്നു പോകുമ്പോഴും കണ്ടാണ്. What a scenic beauty, boys. Couple of mountains at a distance. Oh damn, it looks good. Nobody's there though. There's no one there, but the vibe is peaceful. താജ് റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്, വയനാട്. കൊള്ളാം. നമുക്ക് അങ്ങോട്ടാണ് പോയി നോക്കാറുണ്ട്. റെസ്റ്റോറന്റ് മുമ്പ് നമുക്ക് താഴത്തോട്ട് പോയിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിലോട്ട് പോകും. ആ മോസ്റ്റ് പ്രോബ്ലി 10,000 രൂപ പൊട്ടിക്കും. ഭാഷണത്തിൽ പോയിരിക്കും. അതിന് മുമ്പ് ഞാനൊന്ന് അറ്റ്ലീസ്റ്റ് എക്സ്പ്ലോറേഷനെങ്കിലും ചെയ്യേണ്ടത്. ഇടം വരെ വന്ന സ്ഥിതിക്ക് ഞാൻ മാത്രം ഉള്ള തോന്നുന്നു പ്രോപ്പർട്ടി. യഥാർത്ഥ എലിഫന്റ് അല്ലല്ലേ? ഇവിടുത്തെ സെയിം സൈസ്. എനിക്ക് താഴത്തോട്ട് പോയിട്ട് ജസ്റ്റ് ആ ഒരു സീനിക് ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതായിട്ട് നമുക്ക് പുറത്തോട്ട് വരാം. ഈ സീനിക് ബ്യൂട്ടിയുടെ ഒക്കെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഗൂഗിൾ ഫോം താഴെ ഉണ്ട്. അത് ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് മേ ബി യു ക്യാൻ കം ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. I don't know why my cameraman is like panning me in a circle, but either way fill the form. Okay, let me see around. പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നു. നമ്മുടെ പയ്യനെത്തി. എവിടെ പോയിരിക്കുവായിരുന്നു? ആള് വെക്കാൻ പോയതല്ല, സ്ട്രാറ്റജി ബാത്റൂമിലായിരുന്നു. ഈ വഴി കൂടി നമ്മൾ ഇങ്ങനെ കുറച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം മലനിരകൾ കാണാം. ഒരു മലനിരകളുടെ ഫുൾ അറ്റ്മോസ്ഫിയർ അകത്തോട്ട് സ്വീപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫുഡും കൂടി അകത്തോട്ട് അടിക്കും. നമുക്ക് 10,000 ആക്കിയിട്ട് നമുക്ക് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ അടിച്ചു കൊള്ളാം. ആരും അങ്ങനൊന്നും ചോദിക്കുന്നില്ല ഇവിടെയൊക്കെ. വേറെ കാര്യം, നമ്മൾ ഓൾറെഡി ഇവിടുത്തെ ഗസ്റ്റായി. നമ്മളവിടെ സ്റ്റേ ചെയ്യുക ഒരാഴ്ചയായിട്ട്. അപ്പം കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ് പോയി. ഇതിന് വല്ലാത്ത ധൃതിയായിരുന്നു ഇവിടെ വരാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഇവൻ തന്നെ ചൂസ് ചെയ്തത്. ഒറ്റയ്ക്ക് സെറ്റാക്കും എന്നൊക്കെ വിചാരിച്ചതുകൊണ്ട് അവനും പിന്നെയും ഞാൻ ചാൻസ് കൊടുത്തു. പക്ഷെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവൻ എത്തിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ടാക്സ് ഐറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച ഇവിടെ സാൽമണിന്റെ ഒരു ഡിഷ് കഴിക്കാനായിരുന്നു. അതിന് ഏകദേശം 1,450 അങ്ങോട്ട് വരുന്നുണ്ട് പ്ലസ് ടാക്സും. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ പറയുന്നത് നമുക്ക് ഡെസേർട്ട് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ കുറച്ച് ബെവറേജ് ഉണ്ട്. ഇത് ഓർഡർ ചെയ്താലും ഏകദേശം ഒക്കെ നല്ലത് തന്നെയാണ്. ഒരു ഗുലാബ് ജാമുന് തന്നെ 650 രൂപയുണ്ട്, ഒരു 300 ഗ്രാമിന്. വേണ്ടേ? അത് ചെറുത് നോക്കാന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് ഓർഡർ ചെയ്യും. എല്ലാം പ്രീമിയം പോയി. ഇവിടെ 18% ടാക്സ് വരെ വരും. അപ്പം നല്ല അടിച്ചു കിട്ടും. ചിക്കൻ ടിക്കും പിന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മൂസും പറയാം. ഓക്കെ ഡൺ. ഇതിന്റെ പ്രൈസ് നിങ്ങൾ വന്നിട്ട് ഗസ്റ്റ് ചെയ്യട്ടെ. ഐറ്റം വന്നിട്ട് ഗസ്റ്റ് ചെയ്യുന്നത്. അതായത് ചിക്കൻ ടിക്ക വേണമായിരുന്നു. ആ ചിക്കൻ ടിക്ക ഇല്ല. ഒരു ബർഗർ ഉണ്ട്, ചിക്കൻ മാത്രം, വെജും ഇല്ല. ജസ്റ്റ് ഗിവ് മീ 1 ചിക്കൻ ബർഗർ ആൻഡ് ലൈക്ക് ഡാർക്ക് ചോക്ലേറ്റ്. ഒറ്റയടിക്ക് കയറി വന്ന ചെക്കനാ അടിച്ച് താഴത്തിട്ട്. യഥാർത്ഥത്തിൽ സമയത്ത് ഗ്ലാസ് കുറേ നേരമായിട്ട് ഇരുന്നിട്ട് ഞാൻ ദാഹിച്ച് പണ്ടാരടങ്ങിയിരിക്കുമായിരുന്നു. ഗ്ലാസ് വന്നില്ല. ഞാൻ കുറച്ച് ചിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. കുറച്ചേറെ വലിപ്പമുണ്ട് മോനെ. ഇവൻ കഴിച്ച് താങ്ക് യു. ഫ്രഞ്ച് ഫ്രൈസ് പറയുന്നത് എന്തുകൊണ്ട് ഒരു വലിയ ബ്ലാക്ക് ബോൾ. കുറച്ച് ബ്ലാക്ക് ബോൾ എടുത്ത് കഴിക്കും. ആ ബ്ലാക്ക് ബോൾ അതല്ല, അവിടെ ഒരു ബ്ലാക്ക് ബോൾ ഉണ്ട്. കുറച്ച് ചെറുതാ, അത് കുറച്ച് വലുതാ. നീ എന്തിനാണ് ചിരിക്കുന്നത്? എന്ത്? ഞാൻ ആദ്യം ബർഗർ കഴിക്കാം, അതിന്റെ നീ എങ്ങനെ കഴിച്ചാലും ഇങ്ങനെ കഴിക്കണം. ഞങ്ങളുടെ രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിച്ചോ. എനിക്ക് വയറ്റി ബർഗർ എങ്ങനെയാണെന്ന് പറയാം. 850. എന്ത് മാറ്റി അത്? ബീഫാ? ഓ ചിക്കനാ? നീ എന്തൊരു മാറ്റുന്നത്? തക്കാളി കുക്കുംബർ മാറ്റി. എന്നാൽ നീ ഫുൾ ബർഗറെ മാറ്റി വെക്കണം അങ്ങോട്ട്. Come on, tell me your first experience. വളരെ സഫിസ്റ്റിക്കേഷനിലൂടെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഫ്ലേവർ എങ്ങനെയാണ്? കൊള്ളാവും? രാജീവ് വന്നാലും ആർക്കെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതിലും ബെറ്റർ ബർഗർ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത ഉണ്ട കഴിച്ചു നോക്കാം, സെറ്റായിരിക്കും. അത് ബെറ്റർ ഉണ്ട കഴിച്ചിട്ടുണ്ടെന്ന് നീ പറ. എന്താ ഉണ്ട കഴിച്ചിട്ടുണ്ടോ? ഉണ്ട കഴിച്ചിട്ടുണ്ടോ? നമുക്ക് സൈഡിലുള്ള ഇതിനുള്ളിൽ ചോക്ലേറ്റ് സെയിം സാധനം. How is it? It's good. Excellent എന്ന് പറയാല്ല. കൊള്ളാം, നല്ലതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂസ് ഡാർക്ക് ചോക്ലേറ്റ് മൂസ് നോർമൽ മൂസിന്റെ ആയിട്ട് തോന്നുന്നു. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനില്ല. നോർമൽ മൂസിന്റെ ടേസ്റ്റ് ആണ് പോയി. അപ്പം ഈ ബർഗറും ഇതും തീരുമല്ല. അതിന് ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. ഫാസ്റ്റ് ആണോ? ഫാസ്റ്റ് ആക്കി നമുക്ക് അടുത്ത കയറി പെട്ടെന്ന് പോവാം.
ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 പ്രൈസ് എടുത്ത് വാങ്ങി. ബ്ലാക്ക് ബോൾസ് വലിയ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് ഇല്ലാട്ടാ. ബോൾസ് ഞാൻ എപ്പോഴും ടേസ്റ്റ് കാണണമെന്നില്ല. എന്താണ് നീ ചിരിക്കുന്നത്? അനന്തകൃഷ്ണന്മാരെല്ലാരും ഇങ്ങനെയാണല്ലോ, പൊട്ടിച്ചിരിക്കും ചെറിയ ചെറിയ കാര്യത്തില്. കുസൃതിയുള്ള ആൾക്കാരെയല്ല. ഒരു മൂസ് ബാക്കിയുണ്ട്, കുറച്ച് ഫ്രൈസ് ബാക്കിയുണ്ട്, കുറച്ച് ബർഗർ ബാക്കിയുണ്ട്. മൂസും ബർഗറൊക്കെ മിക്സ് ചെയ്ത് പോരട്ടെ. തളന്ന് തോൽവിയിലോട്ട് എത്തുന്ന ഒരാളുടെ തീറ്റിയുടെ ഒരു രീതികളുണ്ട്. പക്ഷെ ഇതിന് മുന്നിൽ ഞാൻ തൂക്കില്ല. എന്ത് പറ്റിയതിലേക്ക് ബർഗർ ഇറങ്ങിപ്പോണതിന്റെ ഇത് ആണോ? ഒരു ദിവസം വേണ്ട, നീ കഴിച്ചത് കണ്ടിട്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു. താജിലത്തെ അല്ല, നീ ഏത് കൊടൈക്കാലിലെ വർഗ്ഗമാണല്ലോ. എനിക്ക് വേണ്ട, 2 ദിവസമായിട്ട് തീറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ 3:30 ആകുമ്പോൾ അത്രയ്ക്ക് റിമോട്ട് ഏരിയ ആയതുകൊണ്ട് പല ആൾക്കാർ കാണാറില്ല. എന്നാൽ സ്റ്റാഫ് കുറവ്. 7:30 ആകുമ്പോഴാണ് കൂടുതലും കുറച്ചുകൂടി ആൾക്കാരുള്ളത്. ഇതിന്റെ ഫ്രൈസ് ഒക്കെ തീർന്നു, ബർഗർ തീരാറായി, ബോൾസ് ബാക്കിയുണ്ട്. ആ ചെറിയ ബോൾ എന്താ നോക്കി? മുന്തിരിയാണോ? കൊള്ളത്തില്ലേ? ഒലിവ് കഴിക്കുന്നതിന് എന്താ കഴിക്കണ്ടായിരുന്നു? നീ മൂസ് കഴിയായിട്ട് നമുക്കൊരു പോത്തുകാല് കഴിക്കാനുള്ളത്. 10,000 എടുത്തിട്ട് പോകുന്നു. ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾ തന്നെയായിരുന്നു അയപ്പിണ്ടായിരുന്നത്. 850 രൂപയുടെ ബർഗറൊക്കെ ഞാൻ കണ്ണൂരിൽ 300-350 ബർഗർ എടുത്തു. ഇതിനെക്കാട്ടി വലിപ്പം ഉണ്ടായിരുന്നു. ഇത് വലിപ്പം ഒരു കാര്യമില്ല. ഇത് വലിപ്പില്ലെന്ന് പറയാൻ പറ്റും. വലിപ്പം ഉണ്ടായിരുന്നു. നീ കഴിയുന്നു, നിനക്ക് പറ്റും. എനിക്ക് പറ്റും. കുറച്ച് പീസ് മാത്രം 5000 എടുക്കുകയാണ്. എവിടുന്നെങ്കിലും റിട്ടേൺ അടിച്ചാൽ നേരെ 0. നമ്മ 5000 അല്ലേ? അതിന് ഡൗട്ട് ഉണ്ടോ ഇപ്പൊ? ഇല്ല, ബർഗറിന്റെ ഫ്രണ്ടിലൊന്നും ഞാൻ തോക്കില്ല. തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് മോശല്ലേ? അതെ കണ്ണീര് തിളച്ചോണ്ട് പറ. ബർഗർ തീർന്നു. കുറച്ച് ഞാൻ അടുത്ത് വന്നിരുന്നിട്ട് പറയാം കുറച്ച് ബോൾ തരട്ടെ. എനിക്ക് നിന്റെ കറുത്ത ബോള് വേണ്ട. വേണ്ട, ഉണ്ടാക്കില്ല. ഫൈനലി അവൻ ബോൾ ചീർക്കാറായി. പയ്യം അടുത്ത് പയ്യം ഈർക്കാൻ തുടങ്ങുന്നു. അതിവിടെ AC പോരാ. With this, you're gonna cross 5K. പക്ഷേ അടുത്ത ഷോട്ടിൽ ഇവൻ ലാസ്റ്റ് ബൈറ്റ് എടുക്കുന്നതായിരിക്കും. ബ്ലാക്ക് ബോൾസിന്റെ ഫൈനൽ ബൈറ്റ്. നീ കേട്ടത് വെച്ചാൽ ആൾക്കാർ ഞാൻ എന്നിട്ട് പറഞ്ഞു അവർക്ക് ചോദിക്കണം. ഞാനല്ലേ പറഞ്ഞേ അവരെന്തിനു ചിരിച്ചു കറക്റ്റ് ടൈമില്? എനിക്കറിയില്ല. കഴിച്ചോ? അതൊക്കെ എന്താണ് മന്ത്രമായിരുന്നു. വോയിസ് തീർന്നിരിക്കുന്നു. ലെറ്റ്സ് ഗോ 5 സ്റ്റാറിലും തീർത്ത്. യെസ്. അപ്പൊ എത്രയായി ബില്ലെന്നാണ്? ഞാൻ നേരത്തെ എസ്റ്റിമേറ്റ് ഇട്ടത് ഒരു ഏകദേശം ഒരു 1800 മേലെ ഉണ്ടാവണം എന്നാണ്. 1800 ഒന്നും ഇല്ല. 1800 ഇല്ല. 1800 ഉണ്ടാവണം. ഇല്ല, 1800 ഇല്ല. അപ്പൊ ടോട്ടൽ ബിൽ ആയിരിക്കുന്നതാണ് 1770. 1500 രൂപയാളും, പിന്നെ ബാക്കി 135 ടാക്സ്. അപ്പൊ അടുത്ത പോത്തുംകാല് നമ്മുടെ 5000 നിനക്ക് ഇപ്പൊ നിർത്തിയിട്ട് പോകാം. 5K മേടിച്ചോണ്ട് അല്ലെങ്കിൽ 10K വരെ പ്രയത്നിക്കാം. എവിടെയെങ്കിലും വെച്ച് വാള് വെച്ചാൽ 5K പോലും കിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ, കാര്യങ്ങൾ. ഞാൻ ഇവിടെ വെച്ച് നിർത്താന്ന് പോയപ്പോ ഇവര് 5K കൊടുത്തിട്ട് ഇവരെ വിട പറയുകയാണ്. പയ്യൻ പ്രയത്നിച്ചു. ഇനി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ വരെ പ്രയത്നിക്കേണ്ടി വരും. അപ്പൊ ഇവന് കൊടുത്തിരിക്കുകയാണ് അനന്തകൃഷ്ണൻ എന്നെ $5,000 കയറി ബോയ്സ്. അപ്പൊ ഇനി പിന്നെ കാണാം. വളരെയധികം നന്ദി. ഇവൻ എത്ര വയസ്സുണ്ടെന്ന് ഗസ് ചെയ്യട്ടെ. എത്ര വയസ്സുണ്ടെന്ന് MP യുടെ വക അടുത്ത 10,000. അങ്ങനെ ഗസ് ചെയ്യാൻ മുതലാണ് ഞാൻ അംബാനി.